മുഖ്യമന്ത്രിക്ക് വേണ്ടി 3 പേർ മത്സരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് KC വേണുഗോപാൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഹൈക്കമാൻഡിന് 2 നിരീക്ഷകരുടെ വന്നു, മുകുൾ വാസ്നിക്ക്, അതോടൊപ്പം തന്നെ അജയ് മാക്കൻ. ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ഉപദേശകൻ വേണുഗോപാലാണ്. ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് വേണുഗോപാലാണ്. അപ്പൊ വേണുഗോപാലിന് വേണ്ടി വേണുഗോപാലായി നിശ്ചയിച്ച 2 പേരുടെ വന്നിരിക്കുന്നു. അതിൽ ഈ MLA-മാരെ നേരിട്ട് കണ്ടപ്പോൾ ഏതാണ്ട് 47 MLA-മാർ KC വേണുഗോപാലിന് അനുകൂലമായി മറുപടി നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആകണമെന്ന് പറഞ്ഞിരിക്കുന്നു. അവരുടെ ലിസ്റ്റ് അജയ് മാക്കന്റെ കയ്യിലിരിക്കുന്നത്, അതിന്റെ ചിത്രം ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പൊ ഇവിടെ നാം കാണുന്നത് KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ജനതയെ മുഴുവൻ കബളിപ്പിച്ച്, തന്റെ പാർട്ടിയെയും മുന്നണിയെയും കബളിപ്പിച്ച് വോട്ട് വാങ്ങിയിട്ട് പിൻവാതിലിലൂടെ മുഖ്യമന്ത്രിയാകാനുള്ള ഒരു ഗൂഢമായ തന്ത്രം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അഖിലേന്ത്യാ തലത്തിൽ തന്നെ രൂപപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു MP-മാർ മത്സരിക്കേണ്ട എന്നുള്ള കർക്കശമായ നിലപാടെടുത്തത്. KC വേണുഗോപാലും MP തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നത്. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 47 പേർ KC വേണുഗോപാലിനെ, തെരഞ്ഞെടുക്കപ്പെടാത്ത KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നത്? ഇതൊരു വലിയ ചോദ്യമാണ്. ഏത് രീതിയിലാണ് ഈ 47 MLA-മാർ സ്വാധീനിക്കപ്പെട്ടത്? കാരണം പല വാർത്തകളാണ്, പല ചാനലുകളിലും പറയുന്നു KC വേണുഗോപാലാണ് ഫണ്ട് ലഭ്യമാക്കിയത് എന്ന് പറയുന്നു, ചില ചർച്ചകളിൽ പറയുന്നു. ഇത് നാം കേട്ടിട്ട് നമുക്കത് അവിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ജനത നൽകിയ ജനവിധിയെ ഫണ്ട് ഉപയോഗിച്ച് ഈ 47 MLA-മാരിൽ കൂടി KC വേണുഗോപാൽ കൈക്കലാക്കിയിട്ട് തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം, തന്റെ താല്പര്യത്തിന് വേണ്ടി ഇവിടെ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുകയാണോ എന്ന് ഒരു വോട്ടർ എന്ന നിലയിൽ ഞാൻ പോലും സംശയിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ സംശയം അസ്ഥാനത്താകുമോ ഇല്ലയോ? ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.